ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ് താൻ ജോലി ചെയ്യുന്ന മേഖലയിൽ അല്ലെങ്കിൽ തന്റെ പ്രവർത്തന മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത്. എങ്കിൽ ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്, എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാം. ലൈഫ് ലൈറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷാജു. ആദ്യമായിട്ടാണ് ലൈഫ് ലൈറ്റിലൂടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുക, തകർച്ചകൾ ഉണ്ടാവുക, പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതെ ഇരിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും എന്നും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ മുന്നിലേക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിന് ഉത്തരവാദി വേറെ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാറ്റുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം. ഡു നോട്ട് ബ്ലെയിം അതേഴ്സ്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെയിമിംഗ് അതേഴ്സ് ആർ നത്തിങ് മോർ ദാൻ എക്സ്ക്യൂസിങ് യുവേഴ്സെൽഫ്. നമ്മളെ തന്നെ നമ്മൾ ചില എക്സ്ക്യൂസുകൾ ഉണ്ടാക്കി, കാരണങ്ങൾ ഉണ്ടാക്കി വിജയത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നടക്കുന്നതാണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ആ മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. നമ്മൾ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേറെ ആളുകളെ കൊണ്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ടിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളിലാണ് ഇനീഷ്യേറ്റീവ്നെസ് തുടങ്ങേണ്ടത്. ആ ഇനീഷ്യേറ്റീവ്നെസ് തുടങ്ങിയതിനു ശേഷം അവിടെ വിചാരിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ യൂസ് യുവർ പവർ, നമ്മളുടെ അധികാരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യതയോടുകൂടെ അതിൻ്റെതായിട്ടുള്ള മറ്റ് ഘടകങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ കൃത്യമായും വ്യക്തമായും മര്യാദയോടുകൂടെ നമ്മളുടെ പവറിനെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ വർത്തി ആയിട്ടുള്ള വില പിടിച്ച കാര്യങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാണോ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ടത് ആ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്താനുണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ഏതിലാണ് പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയുക. ഞാൻ പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഫോക്കസ് ചെയ്യുന്നതിന് നമ്മളൊരു ടോർച്ച് ലൈറ്റ് ഒരു സ്ഥലത്തേക്ക് അടിച്ച ഒരു സാധനത്തെ വേണമെങ്കിൽ നമുക്ക് നോക്കാം, കാണാനായിട്ട്. എന്നാൽ ഞാൻ അതിനെ പറയും, ആ ഒരു ഫോക്കസിനെ മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ലേസർ റേസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നുവോ അതുപോലെ അത്രയും പിൻ പോയിന്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഈ ഫോക്കസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഘടകം ടൈം മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക. ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്, അവസാനം ചെയ്യേണ്ടത്, എങ്ങനെ എന്റെ സമയത്ത് കൃത്യമായി എനിക്ക് വിനിയോഗിക്കാം, എത്ര സമയം എനിക്ക് ഒന്നുണ്ട്, പ്രധാനമായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ തീരുമാനിക്കുക. ഇതിനെല്ലാം സഹായിക്കുന്ന വേറൊരു ഘടകമുണ്ട്, അതായത് ഒരു ഹോളി അവർ പ്ലാനിങ്. നമ്മളുടെ ഓരോ ദിവസത്തെയും തുടങ്ങുന്ന ആദ്യത്തെ മണിക്കൂറിനെയാണ് നമ്മൾ ഹോളി അവർ എന്ന് പറയുന്നത്, ഒരു വിശുദ്ധമായ മണിക്കൂറുകൾ. അതിനെ ഒരു സ്ട്രാറ്റജിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ഉപയോഗിക്കും. ഉദാഹരണത്തിന് 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 5 to 6 hours ഒരു ഭൂരിഭാഗ സമയം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനാണ്. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാം സാറിന്റെ ജീവിതചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹം മോർണിംഗിൽ എണീറ്റ് റെഡിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ മോർണിംഗ് വാക്കിന്റെ സമയത്താണ് അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു. സോ നമുക്ക് അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക്കൽ തിങ്കിങ് നമ്മുടെ ആദ്യ മണിക്കൂറിൽ തന്നെ തുടങ്ങട്ടെ. സോ ദാറ്റ് അന്നത്തെ ദിവസത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉണ്ടാക്കുന്നതിനും നമ്മളുടെ ടീമിനെ കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെങ്കിൽ വളരെ എഫക്റ്റീവായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും. അപ്പൊ രണ്ടാമത്തെ കാര്യം ഓർമ്മയിൽ വെക്കുക, ഫോക്കസ് ഓൺ വർത്തി തിങ്സ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ദ ട്രൂത്ത്. നമ്മൾ സത്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ധാർമ്മിക ബോധം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മുടെ കമ്പനിയിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും സ്വയമാണെങ്കിലും നമുക്ക് ഒരു എത്തിക്സ് ഉണ്ട്, നമുക്കൊരു നീതിബോധമുണ്ട്. അപ്പോ നമുക്കൊരു ഫിലോസഫി ഉണ്ട്, ഒരു തത്വശാസ്ത്രമുണ്ട്. എന്ത് വില കൊടുത്തും നമ്മുടെ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാനായിട്ടുള്ളത്. ജീവിതത്തിൽ പെർഫോമർ ആകാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻസുകളെ സമ്പുഷ്ടമാക്കുക എന്നുള്ളതാണ്. ജീവിതം എന്ന് പറയുന്നത് ഒരു ബന്ധങ്ങളുടെ വിജയമാണ്.
ഏത് മേഖലയിലായാലും അവിടെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. സഹപ്രവർത്തകരുമായി, മാനേജ്മെന്റുമായി, നമ്മുടെ ബോസുമായി, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം ആവശ്യമാണ്. കുടുംബത്തിലാണെങ്കിലും, മിത്രാദികളുടെ ഇടയിലാണെങ്കിലും, നമ്മളുടെ സമൂഹത്തിലാണെങ്കിലും, നമ്മളുടെ സോഷ്യൽ പ്രവർത്തന മേഖലയിൽ എവിടെയാണെങ്കിലും അവിടെയെല്ലാം നമുക്കൊരു ബന്ധങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഊഷ്മളമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കുക, അതിന് കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഒരു ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അവിടെ നമുക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ബിസിനസ് എന്ന് പറയുന്നത്, ഒരു സക്സസ്ഫുൾ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എല്ലായിടത്തും ഏത് മേഖലയിലാണെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻസ് അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമർ ആകാനായിട്ട് നമുക്ക് സാധിക്കുക. അതായത് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത് പോലെ കാര്യം നടക്കുമ്പോഴും നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ആ ഒരു സമീപനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സത്യസന്ധമായ രീതിയിൽ, ഊഷ്മളമായ രീതിയിൽ, നല്ല രീതിയിൽ ബന്ധങ്ങളെ നമുക്ക് മെനഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം. ബ്രേക്ക് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് കണ്ണികൂട്ടുവാനായിട്ട് ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇനി അതുപോലെ തന്നെ റിലേഷൻസ് ബലപ്പെടുത്താൻ കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു ബർത്ത്ഡേ വരികയാണ് ഒരാൾ, നമുക്കത് കറക്റ്റായിട്ട് വിഷ് ചെയ്യാനാണെങ്കിൽ വിഷ് ചെയ്യുക, ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യുക, അത് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടങ്ങൾ, നന്മകൾ ഉണ്ടായാൽ അതിനെ അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഊഷ്മളമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആഡ് വാല്യൂസ്. നോക്കൂ, ഒരാളുടെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ മഹത്വം എന്ന് പറയുന്നത് അയാൾക്ക് എത്രമാത്രം വാല്യൂസ് അയാൾ മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ടാണ്. ദാറ്റ് ഈസ് ദ വാല്യൂ, ആഡ് വാല്യൂസ്. നമ്മുടെ വാല്യൂസ് നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മളുടെ ഇൻപുട്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള 10 മടങ്ങ് 100 മടങ്ങ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഇൻപുട്ടുകൾ നമ്മളിലേക്ക് തന്നെ കൊടുക്കുക. ഒരാൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുക. കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ നമുക്ക് നോക്കൂ, മലയാളത്തിൽ 2 വാക്കുകൾ നമ്മൾ നോക്കുക. ഒന്ന് നീതി, അത് അർഹിക്കുന്നവന് കൊടുക്കുന്നതാണ് നീതി. എന്നാൽ അടുത്തൊരു തലം കൂടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കരുണ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അർഹിക്കാത്തവർക്കും നമുക്ക് കൊടുക്കാനായിട്ട് വരും. അത് നമ്മളിൽ കരുണ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നീതിബോധത്തോടെ, അല്ലെങ്കിൽ നമുക്ക് കരുണ കാണിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ പലർക്കും പറ്റുന്നത് കൂടുതൽ സംസാരിക്കുകയും കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് പറയുക, അണ്ടർ പ്രോമിസ് ഓവർ ഡെലിവറി. അതായത് കുറച്ച് വാഗ്ദാനങ്ങൾ കൊടുക്കുക, കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുക. വാഗ്ദാനം കുറയ്ക്കുക, കൊടുക്കുന്നത് കൂട്ടുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസ് നമുക്ക് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അപ്ലിഫ്റ്റ് ചെയ്യുക. നമ്മുടെ കൂടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവരിക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം നമ്മുടെ നോളജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആഡിങ് മോർ വാല്യൂസ് ടു അതേഴ്സ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ വാല്യൂ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാള് ദ പർസ്യൂട്ട് ഓഫ് എക്സലൻസ് ആണ്. അത് മികവിനെ പിന്നാലെ പായുന്നവനാണ് എപ്പോഴും ഒരു പെർഫോമർ. അല്ലാതെ ഇന്നലെ കിട്ടിയ വിജയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് അതിൽ ഹാങ് ഓവറിൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് പറയുന്നത് ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിലെ ബെഞ്ച് മാർക്കുകൾ നമ്മൾ തന്നെയാണ് ഓരോ ദിവസവും സൃഷ്ടിക്കേണ്ടതും അത് റീറൈറ്റ് ചെയ്യേണ്ടതും. അപ്പോൾ തിങ്ക് വാട്ട് ഐ എം റിഫ്ലക്ടിങ്, ഞാൻ എന്താണ് മറ്റുള്ളവരിലേക്ക് റിഫ്ലക്ട് ചെയ്ത് സൊസൈറ്റിയിലേക്ക് കാണിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ സമൂഹത്തിൽ ഒരു ചിന്ത എന്ന് പറയുന്ന ഒരു മീഡിയോക്രിറ്റി ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അതായത് ഒരു ഇടത്തരം, തീരെ മോശമല്ലാത്ത രീതിയിലും വലിയ നല്ലതല്ലെങ്കിൽ ഒരു നടുവിൽ നിന്നുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പെർഫോമർ ആകണമെന്നുണ്ടെങ്കിൽ ആ ചിന്ത നമ്മൾ മാറ്റുക. എപ്പോഴും ബെറ്റർ ആകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ദ ബെസ്റ്റ് ആകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുക. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് ആയാൽ പോരാ, ബെറ്റർ ആയാൽ പോരാ, ദ ബെസ്റ്റ് ആകുക എന്നുള്ളതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. അപ്പോൾ ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നത്തിങ് ചേഞ്ചസ് അണ്ടിൽ യു ചേഞ്ച്. സ്വയം മാറാതെ മറ്റുള്ളതൊന്നും നമ്മളെ മാറ്റുന്നില്ല എന്ന് നമ്മൾ ശരിയായ രീതിയിൽ തിരിച്ചറിയണം.
അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരിലേക്കും മേ ബി ചില തരത്തിലുള്ള ഫിയറുകൾ ഉണ്ടാകാം, ചില കാര്യങ്ങൾ പേടിച്ച് മാറുന്നുണ്ടാവും, ചിലത് നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കംഫർട്ട് സോൺ ഒന്ന് നമ്മൾ വെട്ടിമാറ്റുക. അതിനുശേഷം നമ്മൾ ഫിയറിനടുത്തേക്ക് വാക്ക് ടുവേർഡ്സ് ദ ഫിയർ, ഭയത്തിലേക്ക് നടന്നെടുക്കുക. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ദിവസത്തിന്റെയും അവസാനത്തിൽ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ്. ഇന്ന് ഞാൻ ഡെലിവറി ചെയ്തത് എന്താണ്, ഇന്ന് ഞാൻ ചെയ്തത് എന്താണ്, ഇന്ന് എനിക്ക് എത്രത്തോളം ഇമ്പാക്ട് എന്റെ സറൗണ്ടിങ്സിൽ എനിക്ക് ഉണ്ടാക്കാനായി സാധിച്ചു, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആൻഡ് മേക്ക് മോർ ഇൻവെസ്റ്റ്മെന്റ് യുവേഴ്സെൽഫ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വരെയും അവസാനം എടുത്തുവരയ്ക്കും നമ്മൾ പഠിക്കാൻ നമുക്ക് അവസരമുണ്ട്. നമ്മൾ പഠിക്കുമ്പോഴേ ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോഴേ നമുക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായും ഇത്രയും നേരം നിങ്ങളുമായി സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിലെ ഈ 7 പോയിന്റുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പോയിന്റ് ഏതാണെന്ന് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കുവാനല്ല, നന്മ ചെയ്യുവാൻ. See you then.